നമസ്കാരം സാർ. പേര് രവീന്ദ്രനാഥ്, പട്ടാഴി, നിയർ ബൈ കൊട്ടാരക്കര. സാറ് PM ശ്രീ പദ്ധതിയെക്കുറിച്ചും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചും ഒരു വീഡിയോ സാർ ചെയ്തിരുന്നു. സാധാരണക്കാരായ ഞങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഗുണമെന്നും ദോഷമെന്നും അറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സാറിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. നമസ്തേ. ഇപ്പം നിങ്ങൾ കേട്ടത് എൻ്റെ ഒരു സുഹൃത്തും സഹോദരനും ചോദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഞാൻ തന്നെ PM ശ്രീ സ്കൂൾ സ്കീമിനെ കുറിച്ചും കേരളത്തിൻ്റെ നടപ്പാക്കാൻ തയ്യാറാവാത്ത കാര്യത്തിനെക്കുറിച്ചുള്ള വിശദീകരണവും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് NEP യും PM ശ്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് ഒരേ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതല്ല. NEP വന്നിട്ടുള്ളത് 2020-ലാണ്, PM ശ്രീ 2022-ലാണ്. മോദിജിയുടെ NEPയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് വേണമെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പിന്നെ പഠന സൗകര്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഏത് സ്കൂളിൽ പോയി ചേരാവുന്ന തരത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തകൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഓരോരാൾക്കും താല്പര്യമുള്ള വിധത്തിൽ ഡിഗ്രി പഠിക്കാനും ആ തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ലെവലിൽ വരെയുള്ള ചിന്തകൾ MPhil എന്ന് പറയുന്നൊരു കോഴ്സ് എടുത്ത് മാറ്റി PhD എന്ന കോഴ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സമഗ്രമായുള്ള മാറ്റങ്ങൾ. പക്ഷെ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള NEPയുടെ പരിപാടികളൊന്നും ചിലപ്പം സ്കൂളുകളിൽ വലിയ മാറ്റങ്ങളിലൊന്നും ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മോദിജിയുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ പ്രോജക്റ്റാണ് സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ. ആ S എന്നുള്ള എച്ചും സ്കൂളിൻ്റെ എച്ചും കൂടി എടുത്തിട്ടാണ് ശ്രീ HRI, റേസിംഗ് ഇന്ത്യയുടെ RIയും സ്കൂളിൻ്റെ എസും എച്ചും എടുത്തിട്ട് PM, പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റേസിംഗ് ഇന്ത്യ, PM ശ്രീ എന്നുള്ള ഭാവത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ പറയും. യൂണിയൻ ഗവൺമെൻറ്റാണ്. യൂണിയൻ ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ് PM ശ്രീ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ രാജ്യത്തിൻ്റെ സ്കൂളുകളിൽ ആധുനികമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മേന്മയേറിയ വിദ്യാഭ്യാസം നൽകാൻ, ഇപ്പോൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ മേന്മയേറിയ വിദ്യാഭ്യാസം നൽകാനുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ NEP 2020 അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണ്, അത് പോളിസിയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് ഉണ്ടാക്കിയെടുക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ ഏത് പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ എന്ത് പദ്ധതികളൊക്കെ ഉണ്ടാക്കിയാൽ ഇതിന് മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ള ചിന്തകളിൽ മോദിജിയുടെ വലിയൊരു ബഡ്ജറ്റ്, ഏകദേശം 27,000 കോടി ഇന്ത്യൻ രൂപയാണ് ഇതിന് നീക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് 18,000 കോടിയും ബാക്കി 9,000 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസത്തിൽ കടന്നു കയറിയിട്ട് സ്റ്റേറ്റുകളോട് ഇന്നതൊക്കെ ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നതാണ് നമ്മുടെ നവോദയ വിദ്യാലയ, സെൻട്രൽ സ്കൂള്, ആർമി സ്കൂൾസ്, അത്തരം കുറേ സ്കൂൾസ് ഉണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസർ ആയിട്ടുള്ള എയ്ഡഡ് സ്കൂളല്ല, പ്രൈവറ്റ് സ്കൂളല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സാലറിയോടുകൂടി സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയോട് കൂടിയിട്ടുള്ള, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ എയ്ഡഡ് സമ്പ്രദായം, അതേപോലെ ഗോവയിൽ മാത്രമേ ഉള്ളൂ, ചില സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ എയ്ഡഡ് സ്കൂളിന് ഇത് ബാധകമല്ല. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള എയ്ഡഡ് സ്കൂളും CBSE സ്കൂളിൽ നിന്നും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം കേരള ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കാറുള്ളത്. എന്താ ചെയ്യേണ്ടത്? 60% സെൻട്രൽ ഗവൺമെന്റ് തരും, 40% സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചെലവാക്കിയിട്ട് വേണം ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഈ 27,000 കോടിയിൽ 18,000 കോടി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത് ബാക്കി 9,000 കോടിയാണ്. അപ്പൊ 60:40 റേഷ്യോ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ വരുന്നത്. അതിനെന്താ കാരണം? പല സ്റ്റേറ്റുകളും പറയുന്നത് നമ്മൾ കുറെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളം സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ കേരളത്തിൽ 60% സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, 40% സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. അതേസമയത്ത് നോർത്ത് ഈസ്റ്റിലൊക്കെ വരുന്ന സമയത്തോ അവരൊന്നും ഇതുവരെ അത്തരം ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ടില്ല. വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് 100% സെൻട്രൽ ഗവൺമെന്റ് തന്നെ സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെയല്ല, ഹോൾ ഇന്ത്യ നോക്കുന്ന സമയത്ത് വ്യത്യസ്തമാണ്. അതിൽ 3 സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടും ഇതിനെ ഒപ്പോസ് ചെയ്യുക.
അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒപ്പോസ് ചെയ്യുന്ന ചില പാർട്ടികൾ ഭരിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ കുറച്ചാണ്. അതിൽ കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഈ 3 സ്റ്റേറ്റുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് ചെയ്തത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടാലുള്ള എന്തൊക്കെയാണ് പ്രാധാന്യങ്ങൾ? ഒന്ന്, മേന്മയേറിയ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് കുറേ ഫണ്ട് കൊടുക്കും. ലൈബ്രറി, ലാബ്, ആർട്ട് റൂംസ്, കായിക സൗകര്യങ്ങൾ, ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. വെറും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്ക് മേടിക്കാനുള്ള പരിപാടി മാത്രമല്ല, അവരുടെ ശാരീരികമായ, മാനസികമായ, ഭൗതികമായ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ സംഭവമുണ്ട്. ആ ഒരു വാക്ക് വരുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഇത് മോദിസത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൻ്റെ വക്താവാക്കാനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ആണ്. അതിൽ ആത്മീയപരമായിട്ടുള്ള ഒരു സങ്കല്പം ഇല്ലാതെ ഭാരതത്തിൽ നമുക്ക് ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല. ആ ഇംപ്ലിമെൻറ്റേഷനും അത്യാവശ്യമാണ്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജിയാണ്, ഒരു വ്യത്യസ്തമായ മോഡൽ. ഇന്ത്യയുടെ പല ഭാഗത്തും ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് മാത്രം. അതിനെന്തൊക്കെ ചെയ്യണം അതിൻ്റെ ഫ്രെയിം വർക്ക് മാത്രമാണ് കൊടുക്കുക. അപ്പോൾ അതിനൊരു എക്സ്പെർട്ട് കമ്മിറ്റി, നിങ്ങളൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുത്ത് ആ പ്രപ്പോസൽ അവർ എക്സ്പെർട്ട് കമ്മിറ്റി അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട്. അത് കൊടുക്കാത്ത 3 സ്റ്റേറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വന്ന് അടുത്ത ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ മോഡലിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പം 1400 സ്കൂൾസാണ് ഇന്ത്യയിൽ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്തുള്ള കുറേ സ്കൂൾസിന് കൂടി അതിൻ്റെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള കഴിവ്, അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ ചെറിയ സ്കൂളുകളിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പുതിയ പ്രോജക്റ്റുകൾ ഇനിയിപ്പോൾ അടുത്ത 2nd ലൈൻ, 3rd ലൈൻ, 4th ലൈനൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ മോഡ് അനുസരിച്ചിട്ട് ഇത് കൂടിക്കൂടി ഇന്ത്യയിൽ 5000-ലധികം സ്കൂളുകളിലെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റണമെന്നാണ് ഒരു സങ്കല്പം. ഇപ്പോൾ നവോദയ വിദ്യാലയം തുടങ്ങിയ കാലത്ത് തമിഴ്നാട് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, 3 ലാംഗ്വേജ് സിസ്റ്റം പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവിടെ അതില്ല, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടില്ല. മിക്കവാറും കേരളം അതിൽപ്പെടുന്നൊരു സ്റ്റേറ്റ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയിട്ടുണ്ട്, കേരള ഗവൺമെൻറ് ഏറ്റവും വലിയൊരു സംഘടനം യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്കീമുകളൊന്നും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറേ പരാതികളും ഫണ്ട് അപ്രോപ്രിയേഷനും മിസ്അപ്രോപ്രിയേഷനും ആരോപണങ്ങളും ഒക്കെയാണ് വിദ്യാഭ്യാസപരമായ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിന് PM ശ്രീ ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാൻ പ്രധാനമായ കാരണം. ഇനി വേറെ ഒരു സങ്കല്പവും കൂടിയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ബാക്കി കേരളത്തിന് വെളിയിലുള്ള ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം തന്നെ കേരള വിദ്യാഭ്യാസത്തിനുണ്ട്. അതുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷൻ വേണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്, നല്ലപോലെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണെന്നുള്ളൊരു ധാരണ, ഒരു സങ്കല്പം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഏകദേശം 40,000-ഓളം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രയുന്നുണ്ടോയെന്ന് അറിയില്ല, കുറേ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പിന്നെ സർവശിക്ഷ അഭിയാന്റെയും സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന 2 പ്രോഗ്രാമുകളുടെയും ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ കാണുന്ന പ്രോഗ്രാം എന്നുള്ള ഒരു ചെറിയൊരു ഒരു തോന്നലും ഡിസ്കഷൻസും ഒക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമൊന്നും അല്ല, പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇതുപോലെ പല സ്റ്റേറ്റ് ഗവൺമെന്റും പല സ്ഥലത്തും ചെറിയ തരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഏത് ക്ലാസ്സുകളിൽ നിന്ന് വേണം തുടങ്ങണം എന്നുള്ളതിൻ്റെ വലിയൊരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. NEP-യിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സർവശിക്ഷ അഭിയാൻ എന്ന പ്രോഗ്രാമിൽ സർവ്വജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ എന്തിനാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിന്തയാണ്, എല്ലാവർക്കും ഈക്വൽ ആവണ്ടേ, കുറച്ചിന് മാത്രം സ്പെഷ്യൽ കൊടുത്തിട്ട് എന്താ കാര്യം? അധ്യാപകർക്കുള്ള പരിശീലനം, അധ്യാപകർക്കുള്ള നിയമനം, അതിനുണ്ടാവുന്ന വൈകല്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. അത് മാറ്റിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ അതോറിറ്റിയിൽ കൈകടത്തുന്നുണ്ടോ എന്നുള്ളൊരു ഭയവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ടിരുന്നതും എന്നുള്ളൊരു
കേൾവി ഇതിൻ്റെ കൂടെയുണ്ട്. എന്താണ് ഇതിന് കേരളം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് യൂണിയൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടെ ഇരിക്കുക, ഏത് തരത്തിലൊക്കെ ഇതിനെ കേരളത്തിന്റെ സ്പെഷ്യൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോഗ്രാമിനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി നന്നാക്കിയിട്ടെടുക്കാം. കാരണം കേരളത്തിലെ MLA ഫണ്ടും MP ഫണ്ടിലൊക്കെ ചില സ്കൂൾസൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂൾസ് വളരെ ഹൈ ലെവലിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അത്തരം സ്കൂളുകൾക്ക് ബാധകമാണോ, മറ്റു സ്കൂളുകൾക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കേരളത്തിൽ ഡിസ്കഷൻസോടുകൂടി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവട്ടെ, അതിനുള്ള സന്നദ്ധത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. PM ശ്രീ സ്കൂൾ പ്രോഗ്രാം ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്. NEPയുടെ ഇംപ്ലിമെന്റേഷൻ ഹാൻഡാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള പല പോളിസികളും കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലെങ്കിലും ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. എത്രത്തോളം ഇത് നടക്കുമെന്നുള്ളത് ടീച്ചർമാരുടെയും കുട്ടികളുടെയും പാരൻസിൻ്റെയും TPS ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇനീഷ്യേറ്റീവ് അനുസരിച്ചിട്ട് ഈ സ്കീം നടക്കും. നന്ദി, നമസ്കാരം.